എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. എനിക്ക് മനസ്സിലാവും. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. പക്ഷെ എനിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ക്ലാസ് ഞാൻ 1 വർഷം ഉണ്ടാവും. ഞാൻ നിങ്ങളുടെ ഇതേപോലെ ഫ്രീ വെബിനാറാണ് ഞാൻ കണ്ടത്. ഫസ്റ്റ് ക്ലാസ് തന്നെ ഞാൻ വളരെ ഇംപ്രസ് ആയി. ബിക്കോസ് നിങ്ങള് എന്താ പറയാ, നിങ്ങളുടെ ടീച്ചിങ്, വേ ഓഫ് ടീച്ചിങ് ഐ എം വെരി ഇംപ്രസ്ഡ്. അപ്പൊ നമ്മള് ഇതിന് ചേർന്നേ പറ്റൂ. എനിക്ക് മലയാളം അറിയില്ല, വായിക്കാനും എഴുതാനും അറിയില്ല. പക്ഷെ ഐ തോട്ട് നമ്മളിത് ചേർന്നേ പറ്റൂ. എനിക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ എനിക്ക് എന്താ തോന്നി, കുറെ ഞാൻ പഠിച്ചു. ആ ഫസ്റ്റ് വെബിനാറിൽ തന്നെ ഞാൻ കുറെ പഠിച്ചു ഞാന്. ബിക്കോസ് ഒറ്റ വാക്കേ എനിക്കറിയൂ, ഓഹ്! മാഫി മാലും അറബി. അത് ആ. വെച്ചിട്ടാണ് ഞാൻ 7 കൊല്ലമായി ഇവിടെ സൗദിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പുറത്ത് പോയാൽ എനിക്കറിഞ്ഞാൽ ഞാനത് തിരിച്ചു പറയും, ഇംഗ്ലീഷിൽ പറയും. വീണ്ടും അവർ എന്തെങ്കിലും എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും മാഫി മാലും അറബി. ഇതാണ് എന്റെ അറബി, അപ്പോഴുള്ള അറബി. പിന്നെ എനിക്കൊരു വാശി ഉണ്ടായിരുന്നില്ല, നമുക്കൊന്ന് അറബി പഠിക്കണം. അങ്ങനെ ഒരു വാശി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ അറബിക്കിന് നിങ്ങളുടെ ഫ്രീ വെബിനാറിൽ ഞാന് ക്ലാസ് അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ക്ലാസ് ഒറ്റ ക്ലാസ്സിൽ നിന്ന് അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ക്ലാസ് പിന്നെ പിറ്റേ ദിവസം ഞാൻ കോൺടാക്ട് ചെയ്തു. ഞാന് അഡ്മിഷൻ ഇട്ടു. ഞാൻ ചോദിച്ചു, എനിക്ക് മലയാളം എഴുതാനും വായിക്കാനൊന്നും അറിയില്ല എനിക്ക്. പക്ഷെ എനിക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. പിന്നെ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് പറ്റുമെന്ന് അവർ പറഞ്ഞു. അൽഹംദുലില്ലാ. എനിക്ക് അറിയാത്ത ഇതൊക്കെ ഞാൻ ചോദിക്കും. എനിക്കിത് അറിഞ്ഞില്ല പറഞ്ഞാ ആദിൽ സാർ ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു തരും. അത് എന്താ വേഗം എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റി. അൽഹംദുലില്ലാ. മാ ഖസ്സർതു വല്ലാഹ്. മാ ഖസ്സർത് യാ ഉസ്താദ്.